ഈശോയിൽ സ്നേഹമുള്ളവരെ, മാക്സിമിലിയൻ മരിയ കോൾബെ ജനിച്ചത് 1894 ജനിച്ചന്ന് തന്നെ മാമോദീസ സ്വീകരിച്ചു. നല്ല മരിയ ഭക്തനായിരുന്നു. ഇദ്ദേഹം സ്വീകരിച്ച മാമോദീസ, ഇദ്ദേഹം സ്വീകരിച്ച ആദ്യ കുർബാന, കുംഭസാരം, സ്ഥൈര്യലേപനം, വിശുദ്ധ പൗരോഹിത്യം 1918 പൗരോഹിത്യം സ്വീകരിക്കുന്നത്. ഇതെല്ലാം ഇദ്ദേഹം നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. മാതാവിൻ്റെ നല്ല ഭക്തനായിരുന്നു. നമ്മളും മാമോദീസയൊക്കെ സ്വീകരിച്ചവരാണ്. ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരാണ്. ഈശോയുടെ കൂടെ നിന്നോളാം എന്ന് ഉടമ്പടി എടുത്തവരാണ്. നമ്മളിങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളോട്. നിങ്ങളിപ്പോൾ മുട്ടിന് നിരങ്ങുന്ന പാതയിലൂടെ പോവുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചോ മുട്ടിന് നിരങ്ങിയോ നടന്നോ ഒക്കെ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ദുരാചാരങ്ങൾ ആയിട്ട് കുറേ പേര് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളത് വാങ്ങിക്കുകയോ ഇല്ലയോ? നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, തൂവാല കെട്ടുക, ചരട് കെട്ടുക, താക്കോല് പൂട്ടുക, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തീർത്ഥാടന കേന്ദ്രം ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല. അത് ചില ആളുകൾ അവരുടെ വരുമാന മാർഗമായിട്ട് കണ്ട് അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതിൻ്റെ ശീലമായി തഴക്കമായി അതിന്ന് അവർക്ക് ഗുണമുണ്ടാകുന്നത് കൊണ്ട് അവർ വിട്ടുപോകില്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളൊരു പ്രതിസന്ധിയാണ്. കർത്താവിന് സമർപ്പിക്കപ്പെട്ട നമ്മൾ അങ്ങനെ വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുമോ? അതാണൊരു ചോദ്യം. നമ്മൾ യഥാർത്ഥത്തിൽ അത് ധ്യാനിക്കേണ്ട കാര്യം. ഈ വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ വിശുദ്ധൻ മാതാവിനോടുള്ള സമർപ്പണം അതെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാവരും മാതാവിലൂടെ ഈശോയിലേക്ക് വരണം. നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. മരിയ ഭക്തിയിലൂടെ ഈശോയിലേക്ക് വരണം എല്ലാവരും. കാരണം ഈശോയാണ് നമുക്ക് വേണ്ടി മരിച്ചത്. 100% ഏക രക്ഷകൻ യേശു ക്രിസ്തുവാണ്. അത് മറിയത്തിനും അറിയാം. അതുകൊണ്ടാണ് മറിയം കുരിശിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിന്നത്. മറിയം ഈശോയെ ആരാധിക്കുന്നതിനും ഈശോയുടെ കൂടെ നിൽക്കുന്നതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന പരിശുദ്ധ മറിയമാണ്. ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞത് മുതൽ കുരിശിൻ്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് അവസാനത്തെ പോയിന്റ് നമ്മൾ എത്തുകയാണെങ്കിൽ തീക്ഷ്ണത കളയാതെ സൂക്ഷിച്ചു. നമ്മൾ മാമോദീസയൊക്കെ സ്വീകരിച്ചു, ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചു, ആദ്യ കുമ്പസാരമൊക്കെ നടത്തി, വിശുദ്ധ വിവാഹമൊക്കെ നടത്തി, അതിൻ്റെ ഉടമ്പടിയെല്ലാം എടുത്തവരാണ്. നമ്മൾ വിവാഹ ഉടമ്പടി ഒക്കെ എടുത്തവരാണ്. എല്ലാത്തിനും ഉടമ്പടി എടുത്തവരാം. സ്ഥൈര്യലേപനത്തിൽ ഉടമ്പടി എടുത്തവരാം. നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മ എന്താണെന്ന് മനസ്സിലാക്കി, തിന്മ എന്താണെന്ന് മനസ്സിലാക്കി, തിന്മയെ വിട്ടുപേക്ഷിച്ച് നന്മയിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. പക്ഷെ നമുക്ക് ആ തീക്ഷ്ണതയില്ല. നമ്മൾ എവിടെയൊക്കെ ആ തീക്ഷ്ണത കൈമോശം വരുത്തുന്നുണ്ട്. ഒന്നുകിൽ പാപത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ദുശീലങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മളിങ്ങനെ പിന്നോക്കം പോയി. അതുകൊണ്ട് നമുക്ക് ഏതാണ് സത്യം, ഏതാണ് ശരിയൊന്നും അറിയാനേ പാടില്ല. ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ചെയ്ത ഈ വിശുദ്ധനാണ്. ഈ വിശുദ്ധൻ നല്ല ബോധ്യമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് താൻ ജീവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ കർത്താവിനെ പിടിക്കും, പള്ളിക്ക് പുറത്തിറങ്ങിയ ദുരാചാരങ്ങളുടെ പുറകെ. ഇത് തെറ്റാണ്. നമ്മൾ വീട്ടിൽ അമ്മ ഒരു ഭക്ഷണം ഉണ്ടാക്കി, നമ്മളെ ഭക്ഷണം ഒരുക്കി നമ്മളെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പോയി അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, അമ്മയ്ക്ക് സങ്കടമാവുകയല്ലേ? ഇതൊരു സിമ്പിൾ ഉദാഹരണമാണ്. നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിങ്ങനെ കുരിശിൽ നിൽക്കുകയാണ്. നമുക്ക് എല്ലാ കൃപകളും വരങ്ങളും തന്ന് കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ നമ്മളിങ്ങനെ പരിപോഷിപ്പിക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത ആളുകളുടെ അടുത്തേക്ക് പോകുന്നു. ഇവിടെ കുംഭസാരവും കുർബാന സ്വീകരണമൊക്കെ വെറുതെ, നമുക്കൊന്നും ഒരു പൈസയും കൊടുക്കണ്ട. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് ദുരാചാരങ്ങൾ ചെയ്യുന്നു. കർത്താവിനെ തള്ളിപ്പറയുക മാത്രമല്ല, മണ്ടത്തരങ്ങളും ബുദ്ധിമോശമൊക്കെ നമ്മൾ വരുത്തി. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ വിശുദ്ധൻ മാതാവിൻ്റെ ഒരു സൈന്യം സ്ഥാപിച്ചു. അമലോത്ഭവ സൈന്യത്തിൻ്റെ അതിലുള്ള അംഗങ്ങളെ അമലോത്ഭവ പടയാളികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇദ്ദേഹം കേരളത്തിൽ വന്നത് ഈ അമലോത്ഭവ സൈന്യം സ്ഥാപിക്കാനാണ്. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. അത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു പോകേണ്ടി വന്നു. യുദ്ധം ഒക്കെ വന്നതുകൊണ്ട്, യുദ്ധത്തിൻ്റെ സമയത്താണല്ലോ, അപ്പോൾ അദ്ദേഹം അത് തിരിച്ചുപോയി.
അപ്പോൾ ഈ അമലോത്ഭവ സൈന്യത്തിൻ്റെ അംഗങ്ങൾ മാതാവിനിങ്ങനെ സമർപ്പിക്കും തങ്ങളെ തന്നെ. എന്നിട്ട് പടയാളികളെ പോലെയാകും, വാരിയർ ഓഫ് ഗാഡ് എന്ന് പറയുന്നത് പോലെ. എന്നിട്ട് അവർ ഒരു മെഡൽ കഴുത്തിലണിയും. അതാണ് MI എന്ന് പറയുന്ന അത് മിലിറ്റിയാം ഇമ്മാക്കുലത്തെ, അതായത് മാതാവിൻ്റെ സൈന്യം. അതിൻ്റെ ഒരു അടയാളമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അമലോത്ഭവ കാശ് രൂപം. അതിൽ MI എന്ന് എഴുതിയിട്ടുള്ളത് അത് ഈ വിശുദ്ധൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ അമലോത്ഭവ സൈന്യം 1917 ഇദ്ദേഹം പട്ടം കിട്ടുന്നത് 1918. അദ്ദേഹം ഡീക്കനായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചു. എന്നിട്ട് ഈ ഒരു ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചു. അതിൻ്റെ പേര് അമലോത്ഭവ നഗരം എന്നാണ്. ഇനിയും ഒരു മാഗസിൻ അദ്ദേഹം പുറപ്പെടുവിച്ചു മാതാവിൻ്റെ പേരിലും. അതുപോലെ തന്നെ മാതാവിൻ്റെ പൂന്തോട്ടം എന്ന പേരിലും ഒരു റേഡിയോ നിലയം സ്ഥാപിച്ചു, പത്രപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ദൈവത്തിൻ്റെ പടയാളികളെ ഇങ്ങനെ സ്വരുക്കൂട്ടിയെടുക്കാം, ഇങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ ഒരു കൂട്ടായ്മ അദ്ദേഹം അത് സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കർത്താവിന് വേണ്ടി മരിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് നാസി തടങ്കൽ പാളയത്തിൽ ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ ഒരു തടവറ പുള്ളി അദ്ദേഹം തടവറയിൽ നിന്ന് ചാടിപ്പോയി. അപ്പോൾ ബാക്കി ആ കൂട്ടത്തിലുണ്ടായിരുന്ന 10 പേരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അവരുടെ അശ്രദ്ധ മൂലമാണ് ഈ ഒരു തടവറ പുള്ളി അത് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ടും അവർ ഈ 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൽ ഒരു കുടുംബമൊക്കെ ഉള്ള ഒരാളുണ്ട്. അയാൾ വാവിട്ട് കരഞ്ഞു, എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഇത് ഈ പുണ്യവാളനും തടവറയിൽ കിടക്കുകയാണല്ലോ. പുണ്യവാളൻ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് പുണ്യവാളൻ വിചാരിച്ചു, എനിക്ക് ഭാര്യയൊന്നുമില്ല, എനിക്ക് കുടുംബവുമില്ല, അയാൾക്ക് പകരം ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞ് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം തന്നെ വിട്ടുകൊടുത്തു. പട്ടിണിക്കിട്ട് കൊല്ലാനാണല്ലോ തീരുമാനിച്ചത്. അപ്പോൾ ഇദ്ദേഹം 10ാമത്തെ ആളായിട്ട് തന്നെ കൊന്നാ മതി എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം അങ്ങനെ ലാസ്റ്റ് മൊമെൻ്റ് വരെ ഇദ്ദേഹം കാത്തിരുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? ഈ പട്ടിണി കടന്ന് അവരെ കൂടെയുള്ള മനുഷ്യരെ, തടവ് പുള്ളികളെ തന്നെ അവരെ കൊന്നു തിന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നീച പ്രവൃത്തി ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ അവസാനം കൊന്നാ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇങ്ങനെ ഇദ്ദേഹം പട്ടിണി കിടന്നിട്ടും മരിക്കുന്നില്ല. പട്ടിണി കിടന്നിട്ടും മരിക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ വിഷം കുത്തിവെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെയാണ് വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ ഉണ്ടായത്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. ഇത് എന്തൊരു തീക്ഷ്ണതയാണ്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ചെയ്ത ആളും ചെറുപ്പം മുതൽ മരിയ ഭക്തി, ജനിച്ചന്ന് തന്നെ മാമോദീസ സ്വീകരിച്ചു. ഇതൊന്നും പാഴായിപ്പോയില്ല. മരിയ ഭക്തി പാഴായിട്ടില്ല. മാമോദീസ തുടങ്ങിയ കൂദാശകളുടെ പ്രസാദപര ശക്തി പാഴായിട്ടില്ല. ഇദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചത് പാഴായില്ല. നമ്മളൊന്ന് ചിന്തിച്ചേ, നമുക്ക് മാമോദീസ കൂദാശകളിലൂടെ കിട്ടിയ പ്രസാദപരം ഉപയോഗപ്പെടുത്തിയെങ്കിൽ നമുക്ക് കർത്താവിനെ വിട്ടിട്ട് അല്പനേരമെങ്കിലും ചരട് കെട്ടാനും തൂവാല കെട്ടാനും ഒക്കെ പോയത് എന്തിനാണ്? കർത്താവല്ലേ നമ്മുടെ രക്ഷകൻ. കർത്താവ് 100% ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് കുരിശിൽ മരിച്ച് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവായി സഭയിൽ നിൽക്കുമ്പോൾ അപ്പം നമ്മൾ ചിന്തിക്കണം, മാമോദീസയുടെ ഇഫക്റ്റ് നമ്മിലുണ്ടോ? ഇനി നമ്മൾ നല്ല മരിയ ഭക്തരാണ്. നമുക്കെല്ലാവർക്കും മാതാവിന് ഇഷ്ടമാണ്. പക്ഷേ മാതാവ് ചെയ്തതുപോലെ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? മാതാപിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ കർത്താവിനെ വിട്ട് കളഞ്ഞിട്ടില്ല. സഹനത്തിൻ്റെ പടുക്കോടിയിൽ, അതായത് ഉന്നതമായ അവസ്ഥയിൽ മറിയം കുരിശിൻ്റെ വഴിയിലൂടെ ഈശോയുടെ കൂടെ നടന്നു. നിനക്ക് സങ്കടം വരുമ്പോൾ നീ വിട്ടുകളയുന്നില്ല കർത്താവിനെ. നീ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കുർബാന അർപ്പിച്ചിട്ടൊന്നും നിനക്ക് രക്ഷയില്ലെന്ന് കണ്ടിട്ട് നീ എങ്കിൽ ചരട് കെട്ടാൻ പോകും. ഇനി ചരട് കെട്ടി നോക്കാം, ഇനി തൂവാല കെട്ടി നോക്കാം. തൂവാല കൊണ്ട് കെട്ടുന്ന സ്ഥലം മരമോ എന്തെങ്കിലുമൊക്കെയാണോ നിനക്ക് കുഞ്ഞിനെ തരുന്നത്? സൃഷ്ടിക്കുന്നത് ദൈവമാണ്. സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ മക്കളെ നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് ദൈവം വിളിച്ചത്.
കുടുംബജീവിതത്തിൽ മക്കളെ തരും ദൈവം. അത് ദൈവം തരും. കാരണം ദൈവത്തിന് മനുഷ്യരെ ആവശ്യമാണ്. മനുഷ്യരില്ലാതെ എങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യും? കല്ലിനോടും മണ്ണിനോടും പറഞ്ഞിട്ട് സൃഷ്ടികർമ്മം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദൈവം വിളിച്ച് കളിയാക്കുന്നവനല്ല ദൈവം. ദൈവം തരും. എന്നിട്ട് അതിനു വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾ എന്തെങ്കിലും ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ മറിയത്തിൻ്റെ ക്വാളിറ്റി, വിശുദ്ധ മരിയ മാക്സിമിലിയൻ മരിയ കോൾബയുടെ ക്വാളിറ്റി നമ്മൾ കാണിച്ചില്ലല്ലോ. കുരിശിൻ്റെ മുമ്പിൽ, കുരിശ് മരണത്തിന് മുമ്പിൽ മറിയം നിന്നുകൊണ്ട് ഈശോയെ ആരാധിച്ചു. ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി. ഇതാണ് മറിയം നമുക്ക് കാണിച്ചിരുന്ന മാതൃക. അതായത് ഞായറാഴ്ച ആചരണം, കുർബാന സ്വീകരണം, കുംഭസാരം, ഇതിലൂടെ എല്ലാം ഈശോയുടെ മരണത്തെ നമ്മൾ ആരാധിക്കുകയാണ്. കാരണം ഈശോ മരിച്ചാലല്ലാതെ നമുക്ക് പാപമോചനമില്ല. പാപമോചനം ഈശോ മരിച്ചത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈശോ, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഈശോയുടെ കുരിശ് മരണത്തെയാണ് ആരാധിക്കുന്നത്. അപ്പം മറിയം കാണിച്ചതെന്താ? കുരിശിൻ്റെ ചുവട്ടിപ്പോ നിന്നതുപോലെ കുമ്പസാരിക്കാൻ മുട്ടുകുത്തുന്നയാള് കുരിശിൻ്റെ മുമ്പിൽ, ഈശോയുടെ കുരിശ് മരണത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നത് പോലെയാണ്. ഇനി മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം മറിയം മാതാവ് ഈശോ മടിയിലേക്ക് വാങ്ങിച്ചതുപോലെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. മുറിക്കപ്പെട്ട അപ്പം. അപ്പം നമ്മൾ കുർബാന സ്വീകരണത്തിലൂടെയും കുർബാന അർപ്പണത്തിലൂടെയും കുംഭസാരത്തിലൂടെയും ഈശോയുടെ മരണത്തെ ആരാധിക്കുകയാണ്. അതാണ് മാതാവിൻ്റെ ക്വാളിറ്റിയാണത്. നമുക്കിങ്ങനെ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയും ദുരാചാരങ്ങൾ ഫോളോ ചെയ്യില്ല. യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയും ദുരാചാരങ്ങൾ ഫോളോ ചെയ്യില്ല. നമുക്കത് മനസ്സിലാകും. നമുക്കത് അറിയാൻ പാടില്ലാതെ പോകുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. കാറ്റഗിസം ചൊവ്വേ നേരെ പഠിച്ചിട്ടില്ല. വിശ്വാസം പഠിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നുമില്ല. ഉള്ള ബൈബിള് തന്നെ വായിക്കുന്നില്ല. ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം നമുക്ക് കാണാതെ അറിയാവോ? പഠിക്കുന്നില്ല. നമ്മൾ വിശ്വാസം പഠിക്കുന്നില്ല. വിശ്വാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ നമുക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യാൻ. ഇത് നമ്മളിന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ള തീക്ഷ്ണത, മരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരെന്ത് പറഞ്ഞാലും ഞാൻ ക്രിസ്തുവിനെ വിടില്ല എന്നൊരു തീക്ഷ്ണത നമുക്കുണ്ടാകട്ടെ. നമുക്കത് മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധർക്കുണ്ടായിരുന്നുള്ള ഈ ക്വാളിറ്റി, അവർക്കുണ്ടായിരുന്ന ഈ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലും വരുവാൻ വേണ്ടി, നമുക്കുണ്ടാകാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളങ്ങനെ കർത്താവിനെ 100% കൂടെ നിർത്തുന്നില്ല എങ്കിൽ നമ്മൾ വെറുതെ തുരുമ്പിച്ച് തീരുന്നത് പോലെയാണ്. കർത്താവിനെ അനുഗമിച്ച് കർത്താവിനെ പ്രഘോഷിച്ച് ഇല്ലാണ്ടായാലും കുഴപ്പമില്ല. കണ്ടോ, ഈ വിശുദ്ധരൊക്കെ കർത്താവിന് വേണ്ടി മരിക്കുന്നത് കണ്ടോ? വെറുതെ തുരുമ്പിച്ച് തീരുന്നതിനേക്കാളും നല്ലത് തേഞ്ഞു തീരുന്നതാണ്. വെറുതെ ഇരുന്ന് തുരുമ്പിച്ച് തീരുന്നതിനേക്കാളും നല്ലത് കർത്താവിന് വേണ്ടി ജീവിച്ച് തേഞ്ഞു തീരുന്നതാണ്. അമ്മേ മരിയേ മേരി മാതേ ആശ്രിതരാമി ദാസരേ നീ കൃപയോടെ നോക്കുന്നൊരമ്മേ അലിവോടെ കാക്കുന്നൊരമ്മേ ആവേ മരിയ മേരി മാതേ ആവേ മരിയ ദൈവമാതേ ആവേ മരിയ മേരി മാതേ ആവേ മരിയ ദൈവമാതേ. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഈശോയുടെ പുറകെ നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഈശോയെ ഒരു ചിന്തയിൽ പോലും ഈശോയെ വിട്ടുകളയാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.